ഹായ് ഗൈസ്, രാവിലെ തന്നെ പണി തുടങ്ങാൻ പോവാണ്. ഇന്ന് ഓണാണ്. അപ്പോൾ ഓണത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതാണ് യൂണിഫോമൊക്കെ ഇട്ട് അണിയുന്നത്. പുതിയ നൈറ്റിയാണ്, കൊളാവും. അപ്പോൾ രാവിലെ തന്നെ ചായൻ്റെ പണി നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. മോൾക്ക് ദോശയാണ് ഇഷ്ടം, അപ്പോൾ ദോശ ചുട്ടു. എനിക്ക് ദോശ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ ഒരു ചായയൊക്കെ കാച്ചി കുടിച്ചിട്ടാവാം ബാക്കി പണിയെന്ന് വിചാരിച്ച് ചായ കാച്ചി. ചായയൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ മോളും ഹസ്ബൻഡും എല്ലാവരും കുടിച്ചു. ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത്, ഹസ്ബൻഡും മോളും ദോശയാണ് കഴിച്ചത്. ചായയൊക്കെ കഴിഞ്ഞ് പിന്നെ പൂവിടുന്ന കർമ്മത്തിലേക്ക് കിടക്കാനുണ്ട്. പൂവിടാനായിട്ട് തുമ്പയും കുറച്ച് ചെമ്പരത്തിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വാങ്ങിയ പൂവും പിന്നെ പച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാവിൻ്റെ എല്ലാം മിക്സിയിൽ പൊടിച്ചതാണ് കേട്ടോ. കുറച്ച് അരി കൂട്ടി ഹസ്ബൻഡൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പൂക്കളമൊക്കെ ഇട്ടു. പൂക്കളം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നിലത്ത് മണ്ണിൽ കുത്തിഞ്ഞ് ഇടുമ്പോൾ കുറച്ച് റിസ്ക്കാണ്, കാലൊക്കെ നല്ല വേദനയാവും. പിന്നെ പായസത്തിൻ്റെ അടുപ്പാണ് കേട്ടോ ഈ കൂട്ടിയിരിക്കുന്നത്. പായസം ഇന്ന് ഇവിടെയാണ് വെക്കുന്നത്. സദ്യ തറവാട്ടിലുമാണ്, രണ്ടും എടുത്തെടുത്താണ് വീട്. അങ്ങനെ പായസമൊക്കെ ഞാൻ വെച്ചു. പിന്നെ സദ്യ എല്ലാവരും കൂടെ ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരു തിരക്കാണല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു. എനിക്കെടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ വീഡിയോ എടുക്കാനൊന്നും ആയില്ല. ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓണം അവിടെ കഴിഞ്ഞു. പിന്നെ അമ്മേൻ്റെ തറവാട്ടിൽ പോയി. ഹസ്ബൻഡിൻ്റെ അമ്മേൻ്റെ അമ്മയാണ് കേട്ടോ ഇത്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മമ്മേൻ്റെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങി മോളുമായിട്ട് കുറേ സംസാരിച്ചു. അങ്ങനെ ഇന്നത്തെ ഞങ്ങളെ ഓണം ഡേ ഇന്നിവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.